ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മണി ടോക്കിൽ നമ്മൾ പുതിയൊരു ബിസിനസ് സംരംഭം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ആരംഭിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് സംരംഭത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മളിന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ബിസിനസ് സംരംഭം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിക്കവർക്കും അറിയായിരിക്കും. നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ ഏജൻസികളെയൊക്കെ സമീപിക്കാറുണ്ടല്ലേ. പലപ്പോഴും നമ്മൾ നേരിട്ട് നടത്താൻ സാധിക്കാത്ത പല കാര്യങ്ങളുണ്ടാകും. അതിനൊക്കെ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ആളുകൾ ചെയ്തിരുന്ന ബ്രോക്കർമാരെ സമീപിക്കുക, അതുവഴി നമുക്ക് എന്താണ് ആവശ്യം ആ കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് കുറച്ചുകൂടെ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് അതിന് നമ്മളൊരു ഏജൻസിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തിനും ഏതിനും ഒരു ഏജൻസി അല്ലെങ്കിൽ അതൊരു ബ്രോക്കർ എന്നുള്ള നില മാറിയിട്ട് ഒരു കൺസൾട്ടിങ് ഏജൻസി ആ ലെവലിലേക്ക് ഇന്ന് കാലം തൊഴിലിനെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള കൺസൾട്ടിങ് ഏജൻസികൾ നമുക്ക് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വളരെയധികം വരുമാനം ലഭിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നമ്മൾ ബാക്കി കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബിസിനസ് മൈൻഡ് നമുക്ക് വേണം. കാരണം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിനെ കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കണം. ഇപ്പോൾ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ബിൽഡിങ് എന്തോ ആയിക്കോട്ടെ, നമുക്കതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. ഒന്ന്. രണ്ടാമത്, നമ്മൾ കാണാൻ പോകുന്ന ക്ലയൻസ് ആരാണ്, എന്താണ് അവരുടെ പർപ്പസ്, അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു ധാരണ, നമുക്കൊരു ഐഡിയ നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കണം. പിന്നെ വേണ്ടത് ഈ പ്രോപ്പർട്ടി ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്, അവരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുക. അവരുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിൽ വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. നമുക്കൊരു ആശയവുമില്ല, ഒരു ഐഡിയയുമില്ല, നമ്മുടെ ക്ലയൻസ് തമ്മിൽ നമുക്കൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ബിസിനസ് നല്ല രീതിയിൽ നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഇവരെക്കുറിച്ച്, ഇവരുടെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ശോഭിക്കാൻ സാധിക്കും. അതേപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ പോകുന്ന ആ പ്രോപ്പർട്ടിയെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാകണം. അവിടെ വരാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പം അതുവഴി നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് നല്ല റേറ്റ് നമുക്ക് കിട്ടും. അതുവഴി തന്നെ നമുക്ക് നല്ലൊരു കമ്മീഷൻ കിട്ടുന്ന ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പം കൃത്യമായി മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രധാനമെന്ന് പറയുന്നത്. നമ്മുടെ കോമ്പറ്റീറ്റർമാരുടെ മേഖലകൾ ഏതൊക്കെയാണ്, അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ ഏതൊക്കെ പ്രോപ്പർട്ടീസാണുള്ളത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതും ഇതും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. നമുക്ക് പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ധാരാളം കാണും. നല്ല രീതിയിലുള്ള റിലേഷൻസ് നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ അരികിൽ വരുന്ന കസ്റ്റമേഴ്സ്, അതാര് തന്നെ ആയിക്കോട്ടെ, അവരുമായിട്ട് നല്ല റിലേഷൻ ഉണ്ടായിരിക്കണം. അവരുമായിട്ട് നല്ല രീതിയിൽ ഇടപാടുകൾ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ ഒരു ചതിക്കുഴിയിൽ വീഴ്ത്താനായിട്ടോ അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ എക്സസ് ആയിട്ടുള്ള എമൗണ്ടുകൾ വാങ്ങിക്കാനോ പാടില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ ഇങ്ങനെയുള്ള ബിസിനസ്സുകളിൽ എപ്പോഴും നമ്മളൊരു സത്യസന്ധത പുലർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കൺസൾട്ടിങ് ഏജൻസികൾ ചെയ്യുക വഴി നിങ്ങൾക്ക് കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും. റിലേഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലുപരി ഈ റിലേഷൻസ് നിങ്ങളുടെ ഡെവലപ്പ് ആവുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് വളർന്നുകൊണ്ടിരിക്കും. അതുപോലെ നല്ല ലാഭവും കിട്ടുന്ന ബിസിനസ് മേഖലയാണ് ഈ പറഞ്ഞ കൺസൾട്ടിങ് ഏജൻസീസ് എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ഒരാൾ അല്ലെങ്കിൽ 2 പേരോ കൂടിയിട്ടായിരിക്കും ബിസിനസ്സൊക്കെ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങൾ വാങ്ങിക്കുക വിൽപ്പനയൊക്കെ നടത്തിയത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അതിന് പല ലെവലുകളിലുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പല ലെവലുകളിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. വലിയ ഗ്രൂപ്പുകളുമായിട്ട് അല്ലെങ്കിൽ വലിയ ഏജൻസികളുടെ സബ്ബുകളായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ നിങ്ങൾക്കത് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് വളരെ ഈസിയാണ്, പണ്ടത്തെ പോലെയല്ല. ഇന്ന് നിങ്ങൾക്ക് ഓൺലൈൻ സപ്പോർട്ട് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് വളരെ കുറവാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കണമെന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെല്ല് ചെയ്യണമെന്നാണെങ്കിൽ, അല്ലെങ്കിൽ റെൻറ്റിന് കൊടുക്കണമെന്നാണെങ്കിൽ, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കാൻ സാധിക്കും.
അപ്പോൾ അതുവഴി തന്നെ നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിലും നിങ്ങൾക്ക് ഇതിനെ മാർക്കറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള മാർക്കറ്റിംഗ് മീഡിയ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല നല്ല ബിസിനസ്സുകൾ വളർത്തിയെടുക്കുക, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അതായത് പബ്ലിക്കിനിടയ്ക്ക് നമുക്ക് നമ്മുടെ ബിസിനസ്സിന് നല്ലൊരു ട്രസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു വിശ്വാസം അതുണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ് വളർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റിയൽ എസ്റ്റേറ്റ് മേഖലയാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് സ്ഥലമിടപാടുകളൊക്കെ നടത്തി നല്ല പരിചയമുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഒരു കുറച്ച് ദിവസമെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്ത് അതിനൊരു എക്സ്പീരിയൻസ് നേടുക. പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത്, നമ്മൾ ട്രാവൽ ഏജൻസികൾ അല്ലെങ്കിൽ ഇപ്പം ഓവർസീസ് കൺസൾട്ടേഷനൊക്കെ ആണെങ്കിൽ അതിന് വേണ്ട ഫോർമാലിറ്റീസ്, ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാ മേഖലയിലും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുക. ഇതിന് അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മതി. ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു കുറച്ച് ആളുകൾ കൂടിയിട്ട് നിങ്ങൾക്കൊരു കമ്പനിയാക്കി വേണമെങ്കിലും ഇത് തുടങ്ങാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.